ഹായ് ഫ്രണ്ട്സ്, കാസി ഗോസ്റ്റിന്റെ 11ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. യൂനിന്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് യൂനിനെ കാണാൻ വരുന്ന സിയൂക്കിനെ കാണിച്ചായിരുന്നു നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത്. അങ്ങനെ സിയൂക്ക് നേരെ എത്തിയിരിക്കുന്നത് എക്സ് ഗേൾഫ്രണ്ടിന്റെ ഓഫീസിലേക്കാണ്. അവിടെയാണല്ലോ ഇപ്പോൾ യു ഉള്ളത്. യു ആണെങ്കിൽ അവിടെ ഇരുന്ന് ജോലിയെല്ലാം ചെയ്യുന്നത് സിയൂക്ക് കാണുന്നു. എന്നാലും സിയൂക്ക് അവളോട് പോയി സംസാരിക്കുന്നില്ല. അപ്പോഴാണ് ആ ബോർഡിൽ യൂനിന്റെ ട്വിൻ സിസ്റ്ററിന്റെ ഫോട്ടോ ഇരിക്കുന്നത് സിയൂക്ക് കാണുന്നത്. സിയൂക്ക് നേരെ വന്ന എക്സ് ഗേൾഫ്രണ്ടിനെ വഴക്ക് പറയുന്നുണ്ട്. നിങ്ങൾക്കൊന്നും മനസാക്ഷിയില്ലേ? ഇത് അവളുടെ ട്വിൻ സിസ്റ്റർ അല്ലേ? ഇത് ഓരോ വട്ടം കാണുമ്പോഴും അവൾ വിഷമിക്കത്തില്ലേ? നീ എന്തിനാണ് ഇത്രയൊക്കെ ക്രൂരത അവളോട് ചെയ്യുന്നത് എന്നൊക്കെ സിയൂക്ക് തിരക്കുന്നു. ഞാൻ അവളോട് കാണിച്ചത് ക്രൂരതയാണെങ്കിൽ നീ എന്നോട് എന്താണ് കാണിച്ചത്? ഒരു വാക്കുപോലും പറയാതെയാണ് നീ അന്ന് ബ്രേക്കപ്പ് ആയി പോയത്. ഇതുവരെയായിട്ടും ആ റീസൺ എന്താണെന്ന് പോലും എനിക്കറിയില്ല. അതിൽ നിന്നും ഞാൻ ഇതുവരെ മൂവ് ഓണും ആയിട്ടില്ല. അപ്പോൾ എന്നോട് ചെയ്തതിനൊന്നും ഒരു കുഴപ്പമില്ലേ എന്നൊക്കെ എക്സ് ഗേൾഫ്രണ്ട് തിരക്കുന്നു. സിയൂക്ക് ആണെങ്കിൽ അവളോട് സോറി എല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടെ ഇരുന്നൊരു ഓഫീസർ ആണെങ്കിൽ യു ട്വിൻ സിസ്റ്ററിനെ ഉപേക്ഷിച്ചില്ലേ ആ ഫൂട്ടേജ് എല്ലാം സിയൂക്കിനെ കാണിച്ചു കൊടുക്കുന്നത്. എന്നാലും സിയൂക്ക് ആ ഫൂട്ടേജ് എല്ലാം കണ്ടതിന് ശേഷം യൂനിനെ കുറ്റപ്പെടുത്തിയൊന്നും സംസാരിക്കുന്നില്ല. നിങ്ങൾക്ക് അവളുടെ മാനസികാവസ്ഥ അറിയില്ല. അവൾ ചെയ്തൊരു തെറ്റിന് അവൾ എന്തൊക്കെയാണ് അനുഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? അവൾ ഒരിക്കലും മനഃപൂർവ്വം ഈ കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് സിയൂക്ക് ആണെങ്കിൽ യൂനിനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് സംസാരിക്കുന്നത്. ഇതെല്ലാം അവിടെ നിന്ന് യുവും കേൾക്കുന്നുണ്ടായിരുന്നു. ഒരാളെങ്കിലും തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് യൂനിന്റെ കണ്ണുകൾ നിറയുന്നുണ്ട്. അതേസമയം എക്സ് ഗേൾഫ്രണ്ട് ആണെങ്കിൽ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പോകുന്നു. സിയൂക്ക് ഇപ്പോൾ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നത് യൂനിനെയല്ലേ? ആ വിഷമത്തിലാണ് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പോയത്. അങ്ങനെ സിയൂക്ക് ആണെങ്കിൽ അവിടെ നിന്ന് യൂനിനെ വിളിച്ചുകൊണ്ട് പോകുന്നു. യൂനിനെ കൊണ്ട് നേരെ ചെല്ലുന്നത് അവളുടെ വീട്ടിലേക്കാണ്. അങ്ങനെ അവര് രണ്ടുപേരും അവിടെ ഇരുന്ന് ഫുഡെല്ലാം കഴിക്കുന്നു. അതിന്റെ കൂട്ടത്തിൽ തന്നെ രണ്ടുപേരും ഡ്രിങ്ക്സും അടിക്കുന്നുണ്ട്. യു ആണെങ്കിൽ ആദ്യം തന്നെ ഫിറ്റായി പോയി. അങ്ങനെ സിയൂക്ക് ആണെങ്കിൽ അവളെ കിടത്താൻ വേണ്ടിട്ട് അകത്തേക്ക് എടുത്തോണ്ട് പോകുന്നു. എന്നാൽ അവനാണെങ്കിൽ അവളുടെ റൂം നോക്കുമ്പോൾ അവിടെ മുഴുവൻ ട്വിൻ സിസ്റ്ററിന്റെ കേസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവൻ അവളെ അവിടെ കിടത്തുന്നില്ല. പകരം ഹോളിലെ സോഫയിലാണ് അവളെ കിടത്തുന്നത്. അവനാണെങ്കിൽ തറയിലുമാണ് കിടക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ യു ആണ് എണീക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഫിറ്റായ കാര്യങ്ങളെല്ലാം ഓർത്തിട്ട് അവൾക്ക് ആകെപ്പാടെ ചമ്മലാവുന്നു. യു എണ്ണിക്കുന്നതിന് മുന്നേ തന്നെ അവൾക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോകണം എന്ന് വിചാരിച്ച് പതുക്കെ അവിടെ നിന്ന് എണ്ണീക്കുന്നു. ഒരു ശബ്ദം ഉണ്ടാക്കാതെ അവൾ അവിടെ നിന്ന് മുങ്ങാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും സിയൂക്ക് എണ്ണീറ്റിരുന്നു. സിയൂക്ക് ആണെങ്കിൽ അവളെ വിളിച്ചോണ്ട് പോകുന്നത് അവളുടെ റൂമിലേക്ക് തന്നെയാണ്. ആ ചുമരിന്റെ അവിടെ അവൻ ഒരു കർട്ടൻ ഇട്ടിരിക്കുന്നു. ആവശ്യമുള്ളപ്പോൾ മാത്രം അതിൽ നോക്കിയാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് അവൻ അവിടെ ഒരു കർട്ടൻ ഇട്ടത്. നീ കുറച്ചെങ്കിലും നിന്നെ നോക്കണം എന്നും പറഞ്ഞിട്ട് സിയൂക്ക് അവിടെ നിന്ന് ഇറങ്ങുന്നു. അങ്ങനെ സിയൂക്കും യുവും നേരെ ചെല്ലുന്നത് എക്സ് ഗേൾഫ്രണ്ടിന്റെ ഓഫീസിലേക്കാണ്. ഇപ്പോൾ സിയൂക്കിന് സസ്പെൻഷൻ കിട്ടിയിരിക്കല്ലേ, അതുകൊണ്ട് തന്നെ അവന് ഇപ്പോൾ അവന്റെ ഓഫീസിലേക്ക് പോവണ്ട. യൂനിനെ ആരും ഒന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സിയൂക്ക് ആണെങ്കിൽ യൂനിനെ ഓഫീസിലേക്ക് കൊണ്ടുവിടുന്നത്. അങ്ങനെ ഓഫീസിലെത്തിയ യൂനിന്റെ അടുത്തേക്ക് എക്സ് ഗേൾഫ്രണ്ട് വരുന്നു. മരണപ്പെട്ട ഏതെങ്കിലും പെൺകുട്ടികളുടെ DNA ഈ ഡ്രസ്സിലുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അവര് DNA ടെസ്റ്റ് നടത്തിയിരുന്നു. എന്നാൽ അതിന്റെ റിസൾട്ട് നെഗറ്റീവ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഇതുവരെ മരണപ്പെട്ട ഒരു പെൺകുട്ടികളുടെ DNA ഈ ഫ്രോക്കിലില്ല. ഇനി ഇതിൽ ഒരു പക്ഷേ യൂനിന്റെ ട്വിൻ സിസ്റ്ററിന്റെ DNA കാണാം. അതുകൊണ്ട് തന്നെ ട്വിൻ സിസ്റ്ററിന്റെ കൂടെ DNA ടെസ്റ്റ് നടത്തണം എന്നൊക്കെ എക്സ് ഗേൾഫ്രണ്ട് പറയുന്നു. ഇവര് രണ്ടുപേരും ട്വിൻസ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും സെയിം DNA ആയിരിക്കും. അതുകൊണ്ട് തന്നെ യൂനിന്റെ സാമ്പിൾ കൊടുക്കാനാണ് എക്സ് ഗേൾഫ്രണ്ട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ യു ആണെങ്കിലും അവളുടെ സാമ്പിൾ നൽകുന്നുണ്ട്. ഇനി ഇതിന്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രം നമുക്ക് ഇതിനെപ്പറ്റി സംസാരിച്ചാൽ മതി എന്നൊക്കെ എക്സ് ഗേൾഫ്രണ്ട് പറയുന്നു. അതേസമയം നമ്മുടെ 3 പോക്കറ്റടിക്കാരെ കാണിക്കുന്നു. ഈ മൂന്നാമനെ നമുക്കിനി കൊച്ചുപയ്യൻ എന്ന് വിളിക്കാം. ഈ കൊച്ചുപയ്യനും മൊട്ടയുമാണെങ്കിൽ ആരാണ് സബ്വേ ഗോസ്റ്റ് എന്നും പറഞ്ഞിട്ട് അവർ വഴക്ക് കൂടുന്നു. മൊട്ട പറയുന്നത് കൊച്ചുപയ്യനാണ് സബ്വേ ഗോസ്റ്റ് എന്ന്. കൊച്ചുപയ്യനാണെങ്കിൽ മൊട്ടയുമാണ് സംശയം. ഇവനെ തന്നെ നമുക്കിനി ബോസ് ആക്കാം. ബോസ് ആണെങ്കിൽ അവരെ രണ്ടുപേരും സമാധാനിപ്പിക്കുന്നുണ്ട്. ഇത് തന്നെയായിരിക്കും പോലീസുകാർക്കും വേണ്ടത്. നമ്മൾ തമ്മിൽ തല്ലാൻ വേണ്ടിയിട്ടായിരിക്കും അവര് ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കിയത്. ഈ സമയത്ത് നമുക്ക് 3 പേർക്കും പരസ്പരം വിശ്വസിച്ച് തന്നെ മുന്നോട്ടേക്ക് പോവാം എന്നൊക്കെ ബോസ് പറയുന്നു. അങ്ങനെ ഈ മൊട്ടയാണെങ്കിൽ ഇന്ന് രാത്രി 6 മണിക്ക് ഇവിടെ നിന്ന് ഒരു ഷിപ്പ് എടുക്കുന്നുണ്ട് എന്ന കാര്യങ്ങളെല്ലാം അവരോട് പറയുന്നു. അവർക്കാണെങ്കിൽ ഫ്ലൈറ്റ് ത്രൂ എങ്ങോട്ടേക്കും പോവാൻ ഇപ്പോൾ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഷിപ്പിൽ കയറി എങ്ങോട്ടേലും പോവാം എന്നാണ് അവര് 3 പേരും പ്ലാൻ ചെയ്യുന്നത്. എന്നാൽ അവർക്കാണെങ്കിൽ ഈ സ്ഥലത്തിരിക്കുന്നത് അത്രയ്ക്ക് സേഫ് ആയിട്ടുള്ള കാര്യവുമല്ല. അതുകൊണ്ട് തന്നെ 3 പേരും 3 സ്ഥലത്തേക്കായി പോകുന്നു. 6 മണിയാവുന്ന സമയത്ത് പോർട്ടിലേക്ക് വന്നാൽ മതി എന്നും പറഞ്ഞിട്ടാണ് അവര് 3 പേരും അവിടെ നിന്ന് പിരിയുന്നത്. ബോസ് ആണെങ്കിൽ അവിടെ വന്നിറങ്ങിയ ഒരു കപ്പിൾസിന്റെ കാറിന്റെ കീ മോഷ്ടിച്ചിട്ട് ആ കാറുമായിട്ട് അവിടെ നിന്ന് പോകുന്നു. കൊച്ചുപയ്യനാണെങ്കിൽ റോഡിൽ കൂടെ നടക്കുന്ന സമയത്താണ് അവന് തലയ്ക്ക് എന്തോ ഒരു ഭാരം പോലെ അനുഭവപ്പെട്ടത്. അവന് മാനസികമായി പ്രശ്നമുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതായിരുന്നു. എന്തു പറ്റിയെന്നറിയില്ല. അതുവഴി വന്ന ഒരു വണ്ടിയുടെ പുറകിലേക്കാണെങ്കിൽ അവൻ ഓടിച്ചെന്ന് കയറുന്നു. അതേസമയം മൊട്ടയാണെങ്കിൽ ഒരു ഗ്യാങ്സ്റ്ററിന്റെ അടുത്തേക്കാണ് എത്തിയിരിക്കുന്നത്. പോലീസ് വന്ന് പിടിക്കാതിരിക്കാനുള്ള സേഫ് ആയിട്ടുള്ള പ്ലേസ് തന്നെയാണ് അത് എന്ന് വിചാരിച്ചിട്ടാണ് അവൻ അവിടെ വന്നിരിക്കുന്നത്. അതേസമയം നമ്മുടെ സിയൂക്ക് ആണെങ്കിൽ ചീഫായിട്ടിരുന്ന് ഡ്രിങ്ക്സ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സിയൂക്കിനെ സസ്പെൻഡ് ചെയ്തതിൽ അവർക്ക് നല്ല വിഷമമുണ്ട്. ടണലിൽ കയറിയത് കൊണ്ട് തന്നെ അവർ
അവർക്ക് പണിഷ്മെന്റ് കൊടുത്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ചീഫിന് അവന് 3 മാസത്തെ സസ്പെൻഷൻ കൊടുക്കേണ്ടി വന്നത്. അങ്ങനെ അവര് ഡ്രിങ്ക്സ് അടിച്ച് അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം മൊട്ടയാണെങ്കിൽ ഡ്രിങ്ക്സ് മേടിക്കാനായി ഒരു കടയിലേക്ക് എത്തുന്നു. അപ്പോഴാണ് അവിടെ ഇരുന്ന സ്ത്രീക്ക് ഇത് പോക്കറ്റടിക്കാരനാണ് എന്ന കാര്യം മനസ്സിലായത്. അവളുടെ കയ്യിൽ ആ നോട്ടീസും ഉണ്ടായിരുന്നു. അവരാണെങ്കിൽ ഇവനെ കണ്ട് ആകപ്പാട് പേടിക്കുന്നുണ്ട്. അതേസമയം മൊട്ടയാണെങ്കിൽ അവന്റെ പോക്കറ്റിലേക്ക് കൈയിടുന്നു. ഈ സ്ത്രീയാണെങ്കിൽ ആകപ്പാട് പേടിച്ചു പോകുന്നു. എന്നാൽ മൊട്ടയാണെങ്കിൽ അവന്റെ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോക്കറ്റിലേക്ക് കൈയിട്ടത്. അത് കാണുമ്പോഴാണ് അവർക്ക് കുറച്ചെങ്കിലും ഒന്ന് ആശ്വാസമാവുന്നത്. അങ്ങനെ ആ മൊട്ട അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം അവരാണെങ്കിൽ എക്സ് ഗേൾഫ്രണ്ടിന്റെ ഓഫീസിലേക്ക് വിളിക്കുന്നു. എന്നാൽ അവർ എത്ര വിളിച്ചിട്ടും ആരും തന്നെ കോൾ എടുക്കുന്നില്ല. കാരണം ഇപ്പോൾ ഓഫീസിൽ ആരും തന്നെ ഇല്ല. അങ്ങനെ അവരാണെങ്കിൽ നേരെ സിയോക്കിനെയാണ് വിളിക്കുന്നത്. സിയോക്ക് ആണെങ്കിൽ നമ്മുടെ ചീഫിന്റെ കൂടെയല്ലേ ഇരിക്കുന്നത്. അവരാണെങ്കിൽ കാര്യങ്ങളെല്ലാം സിയോക്കിനോട് പറയുന്നു. സിയോക്ക് പെട്ടെന്ന് തന്നെ എക്സ് ഗേൾഫ്രണ്ടിനെ പാർട്ട്ണറിനെ എല്ലാം വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആരും തന്നെ കോൾ എടുക്കുന്നില്ല. അങ്ങനെ സിയോക്ക് തന്നെ അങ്ങോട്ടേക്ക് പോവാം എന്ന് തീരുമാനിക്കുന്നു. എന്നാൽ അവന്റെ കൂടെ ഇപ്പോൾ ചീഫ് ഇല്ലേ. ചീഫ് ആണെങ്കിൽ ആദ്യം അവനെ ഒന്ന് തടയുന്നുണ്ട്. എന്നാൽ സിയോക്ക് ആണെങ്കിൽ ചീഫിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ചീഫിന്റെ സമ്മതത്തോടു കൂടി തന്നെ അവിടെ നിന്ന് പോകുന്നു. അതേസമയം തന്നെയാണ് എക്സ് ഗേൾഫ്രണ്ടും പാർട്ട്ണറും യുവും എല്ലാം ഓഫീസിലേക്ക് എത്തുന്നത്. അപ്പോഴാണ് കൊച്ചുപയ്യനെ ആരോ കണ്ട് എന്നും പറഞ്ഞ ഡീറ്റെയിൽസ് അവർക്കും ലഭിക്കുന്നത്. സിയോക്ക് ആണെങ്കിൽ മൊട്ട അന്വേഷിച്ച് പോയിരിക്കുകയാണ് എന്നുള്ള കാര്യവും അവർ മനസ്സിലാക്കി. അങ്ങനെ പെട്ടെന്ന് തന്നെ പാർട്ട്ണറും സിയോക്കിന്റെ അടുത്തേക്ക് എത്തി. അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ചാണ് മൊട്ട അന്വേഷിക്കാനായി പോകുന്നത്. അതേസമയം എക്സ് ഗേൾഫ്രണ്ടും യു ആണെങ്കിൽ കൊച്ചുപയ്യനെ അന്വേഷിച്ചു പോകുന്നു. അങ്ങനെ സിയോക്കും പാർട്ട്ണറും നേരെ ചെല്ലുന്നത് ഗ്യാങ്സ്റ്ററിന്റെ അടുത്തേക്കാണ്. പിന്നീട് അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ ഒരു മുട്ടൻ ഫൈറ്റ് തന്നെ നടക്കുന്നു. എന്നാൽ മൊട്ടയാണെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിരുന്നു. അതേസമയം എക്സ് ഗേൾഫ്രണ്ടിനെ യൂനിനെ നോക്കുവാണെങ്കിൽ അവരാണെങ്കിൽ ഇപ്പോഴും ആ കൊച്ചുപയ്യനെ തപ്പി നടക്കുവാണ്. അങ്ങനെ അവിടെ എല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു വീടിന്റെ അകത്ത് കൊച്ചുപയ്യനെ പോലെ ആരോ നിൽക്കുന്നതായിട്ട് യൂനിന് തോന്നിയത്. യു ആണെങ്കിൽ ഒന്നും നോക്കിയില്ല. അവിടെ ഇരിക്കുന്ന ഒരു കല്ലുവെടുത്ത് ആ ജനല് തല്ലു പൊട്ടിക്കുന്നു. അതിൽ കൂടെ അവര് നോക്കുമ്പോൾ കൊച്ചുപയ്യനാണ് അകത്തിരിക്കുന്നത്. എന്നാൽ അവനാണെങ്കിൽ ഇപ്പോൾ ആകെപ്പാടെ മാറിയിരിക്കുന്നു. ഒരു കണ്ണാടിയെല്ലാം വെച്ച് ഹെയർ സ്റ്റൈൽ എല്ലാം മാറ്റിയാണ് അവൻ അവിടെ ഇരിക്കുന്നത്. അവൻ അവിടെ വെറുതെ ഇരിക്കുകയല്ല, ആ വീടിന്റെ ഓണറിനെ കെട്ടിയിട്ടിട്ടാണ് അവൻ അവിടെ ഇരിക്കുന്നത്. അങ്ങനെ എക്സ് ഗേൾഫ്രണ്ട് യുവും ആ കഥ തുറന്ന് അകത്തേക്ക് കയറുന്നതിന് മുന്നേ തന്നെ അവനാണെങ്കിൽ ആ ജനല് പൊട്ടിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ അവര് മൂന്നുപേരും ഓടിയെത്തുന്നത് ആ പോർട്ടിലേക്കാണ്. അവര് മൂന്നുപേരും പരസ്പരം കാണുന്നുണ്ട്. എന്നാൽ കൊച്ചുപയ്യന്റെ മാറ്റം കണ്ടിട്ട് ബോസ് ആണെങ്കിൽ ആകപ്പാട് പേടിക്കുന്നുണ്ട്. കാരണം ഓൾറെഡി അവന് മാനസികമായി എന്തൊക്കെയോ അസുഖങ്ങളുണ്ട് എന്നുള്ള കാര്യം ഇവനറിയാം. അവൻ ഇപ്പോഴാണെങ്കിൽ ഒരുമാതിരിയാണ് പെരുമാറുന്നതും. അവൻ മാത്രമല്ല മൊട്ടയും ഒരുമാതിരിയാണ് പെരുമാറുന്നത്. ഇത് കണ്ടിട്ട് ബോസിനാണെങ്കിൽ ആകപ്പാട് പേടിയാവുന്നു. എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണം എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുന്നു. നീ ഒറ്റയ്ക്ക് പോകണ്ട, നമുക്ക് ഒരുമിച്ച് പോവാം എന്നൊക്കെ മൊട്ട പറയുന്നു. എന്നാൽ അതൊന്നും കേൾക്കാതെ ബോസ് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഓടി രക്ഷപ്പെടുന്നു. ഇവരിൽ ആരെങ്കിലും ആയിരിക്കും സബ്വേ ഗോസ്റ്റ് എന്ന് വിചാരിച്ചിട്ടാണ് അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നത്. ബോസ് ആണെങ്കിൽ ഓടി ഒരു ബോട്ടിലേക്കാണ് കയറുന്നതും. അവര് രണ്ടുപേരും ഇവനെ എന്തെങ്കിലും ചെയ്യുവോ എന്ന പേടി അവനുണ്ട്. അവന്റെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിച്ചാൽ മതി എന്നും വിചാരിച്ച് അവൻ പോലീസിലേക്ക് വിളിക്കുന്നു. പോലീസിൽ വിളിച്ചിട്ട് അവര് എവിടെയാണുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നു. പെട്ടെന്ന് തന്നെ പോലീസിനെ ഇങ്ങോട്ടേക്ക് അയക്കണം, അവരാണെങ്കിൽ എന്നെ കൊല്ലാൻ നോക്കുന്നു എന്നൊക്കെ ഈ ബോസ് പോലീസുകാരോട് വിളിച്ചു പറയുന്നു. ഇതെല്ലാം കേട്ടോണ്ട് തന്നെയാണ് കൊച്ചുപയ്യനും മൊട്ടയും അങ്ങോട്ടേക്ക് കയറി വരുന്നത്. നീ എന്താണ് ഈ ചെയ്യുന്നത് എന്ന് കൊച്ചുപയ്യൻ അവനോട് ചോദിക്കുന്നു. പിന്നീട് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് കാണിക്കുന്നില്ല. പോക്കറ്റ് അടിക്കാരി ഈ ഷിപ്പിലുണ്ട് എന്ന വിവരം അറിഞ്ഞ പോലീസുകാര് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് എത്തുന്നു. അവരെല്ലാം അവരെ മൂന്നുപേരെയും പിടിക്കാനായി ശ്രമിക്കുന്നു. അങ്ങനെ അവരാണെങ്കിൽ മൊട്ടേനും കൊച്ചുപയ്യനെയും പിടിക്കുന്നുണ്ട്. ബോസിനെ പിടിക്കാനായിട്ട് അവരെല്ലാം ബോസിനെ പുറകിന് തന്നെ ഓടുന്നു. അവസാനം അവര് ബോസിനെയും പിടിക്കുന്നുണ്ട്. എന്നാൽ അവർ അയാളുടെ മുഖം നോക്കുമ്പോൾ അത് ബോസ് അല്ല, അവിടെ ഫിഷിംഗിന് വന്ന ആരെയോ ആണ് അവര് പിടിച്ചത്. അതേസമയം ബോസ് ആണെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. അവന്റെ മുഖത്ത് ഒരു ക്രൂരമായ ചിരി നമുക്ക് കാണാം. ഈ സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ 3 പേരിൽ ആരായിരിക്കും സബ്വേ ഗോസ്റ്റ്? എന്തെങ്കിലും ഒരു ഗസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടുമല്ലോ അല്ലേ. അതുവരേക്കും ബൈ ബൈ ഫ്രം മൂവി ടോക്കീസ്.